ഹായ് ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു എജ്യൂപോർട്ട് ഇംഗ്ലീഷ് ക്ലാസ്. ഞാൻ നിങ്ങളുടെ സ്വന്തം വർണ്ണ താമസാണ്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് H.W. ലോങ്ഫെല്ലോയുടെ സൺറൈസ് ഓൺ ദ ഹിൽസ് എന്ന പോയമാണ്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ യൂണിറ്റ് 3ലെ ഫസ്റ്റ് ലെസൺ ആണ് ഈ ഒരു പോയം കേട്ടോ. സോ നമുക്ക് ആരാണ് H.W. ലോങ്ഫെല്ലോ എന്ന് പറഞ്ഞാലോ ഏറ്റവും ഷോർട്ട് ആയിട്ടുള്ള നമ്മൾ ഏറ്റവും ബ്രീഫ് ആയിട്ടാണ് ഈ വീഡിയോയിൽ പറയുന്നത് കേട്ടോ. യെസ്, സോ ഹെൻറി വാട്സ്വർത്ത് ലോങ്ഫെല്ലോ ഇസ് വൺ ഓഫ് ദ മോസ്റ്റ് പോപ്പുലർ അമേരിക്കൻ പോയിറ്റ്സ് ഓഫ് 19th സെഞ്ചുറി. ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള ഒരു അമേരിക്കൻ റൈറ്റർ ആണ് 19th സെഞ്ചുറിയിൽ ആര്, നമ്മുടെ H.W. ലോങ്ഫെല്ലോ. ആൻഡ് അദ്ദേഹം എഴുതിയിട്ടുള്ള അദ്ദേഹത്തിന്റെ ഒരു സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര സിമ്പിൾ ലിറിക്കൽ ആൻഡ് മ്യൂസിക്കൽ വേഴ്സസ് ആണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. ആൻഡ് അദ്ദേഹത്തിന്റെ മൊത്തത്തിലുള്ള തീംസ്, അതായത് എല്ലാ പോയംസിന്റെ ഒരു തീംസ് പൊതുവെ എടുത്ത് നോക്കുമ്പോൾ നേച്ചർ, മൊറാലിറ്റി, ഹ്യൂമൻ ഇമോഷൻസ് ആൻഡ് ഒപ്റ്റിമിസം. ഒപ്റ്റിമിസം എന്ന് പറഞ്ഞാൽ എന്താണ്, ഭയങ്കര പോസിറ്റീവ് തിങ്കിങ് ഒക്കെ കാണാം കേട്ടോ. അപ്പം മൊത്തത്തിലൊരു ഫീൽ ഗുഡ് റൈറ്റർ ആണ് ആര്, നമ്മുടെ H.W. ലോങ്ഫെല്ലോ. ഇനി ഏതൊരു പോയം പഠിക്കുന്നതിന് മുൻപ് അതിൻ്റെ ഒരു തീം അറിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ അത് പഠിക്കാൻ കുറച്ചും കൂടെ നമുക്ക് ഈസി ആയിരിക്കും അല്ലേ. സോ ഇതിന്റെ തീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേച്ചറിനെ ബോത്ത് മെജസ്റ്റിക് ആൻഡ് ജെന്റിൽ ആയിട്ടാണ് കാണിക്കുന്നത്. അതായത് ഒരേ സമയം പ്രകൃതിയുടെ ഭയങ്കര മെജസ്റ്റിക് ആയിട്ട് ഭയങ്കര രാജകീയമായിട്ടുള്ള ഒരു ഭാവവും അതേപോലെ തന്നെ ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഭാവവും അതിന്റെ ഒപ്പം തന്നെ എന്താണ് ഭയങ്കര ജെന്റിൽ ആയിട്ട്, എങ്ങനെയാണ് ഒരു വേദനിക്കുന്ന ഹൃദയത്തിന് അതൊരു ബാമായി മാറുന്നത്, അല്ലെങ്കിൽ എന്താ പറയാ ബാം, ഹൗ നേച്ചർ ആക്ട്സ് ആസ് എ ബാം ടു ദ എയിലിംഗ് ഹാർട്ട്, അല്ലെങ്കിൽ വേദനിക്കുന്ന ഹൃദയത്തിന് എങ്ങനെയാണ് പ്രകൃതി ഒരു മരുന്നായി മാറുന്നത് എന്നുള്ള പോലെയാണ് കാണിക്കുന്നത് കേട്ടോ. നമ്മളെ പ്രകൃതി എങ്ങനെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, നമുക്കത് എങ്ങനെയാണ് ഒരു എന്താ പറയാ റിലാക്സേഷൻ തരുന്നത് എന്നുള്ളതൊക്കെ ഇതിനകത്ത് പറയുന്നുണ്ട്. സോ ദ സെൻട്രൽ തീം ഓഫ് ദ സൺറൈസ് ഓൺ ദ ഹിൽസ് ഇസ് ദ ബ്യൂട്ടി, കണ്ടോ, ഇസ് ദ ബ്യൂട്ടി, power and healing influence of nature. Then Longfellow presents nature as both majestic and gentle. ഒരേ സമയം മെജസ്റ്റിക്കും ജെന്റിലും ആയിട്ടാണ് കാണിക്കുന്നത്. മെജസ്റ്റിക് ഇൻ ഇറ്റ്സ് മൗണ്ടൻസ്, ക്ലൗഡ്സ്, റിവേഴ്സ് ആൻഡ് ഫോറസ്റ്റ്, ആൻഡ് ജെന്റിൽ ഇൻ ഇറ്റ്സ് ബ്രീസസ്, ബേർഡ് സോങ് ആൻഡ് മോർണിംഗ് ലൈറ്റ്. അപ്പോൾ ഭയങ്കര മെജസ്റ്റിക് ആയിട്ടുള്ള ഭാവം, അതേപോലെ ഭയങ്കര നേർച്ചറിങ് ആയിട്ടുള്ള ഭയങ്കര ജെന്റിൽ ആയിട്ടൊരു ഭാവം പ്രകൃതിക്കുണ്ട്. ദ പോം ഓൾസോ ഷോസ് us the harmony between man and nature, as the sounds of bells, horns and human activity blend naturally with waterfalls and bird calls. അതായത് പ്രകൃതിയിലുള്ള ഭയങ്കര അതായ ശബ്ദങ്ങളും അതുപോലെ തന്നെ മനുഷ്യന്മാര് പുറപ്പെടുവിക്കുന്ന സൗണ്ടുകൾ, ഇപ്പം കൊമ്പും കുഴൽവിളിയും മേളം അല്ലെ, ഇതൊക്കെ എന്താണ് ഒരു ഉത്സവത്തിനെയാണ് കാണിക്കുന്നത്. സോ അതൊക്കെ മനുഷ്യന്മാർ ഉണ്ടാക്കുന്ന സൗണ്ടാണ്. സോ ഇത് രണ്ടും കൂടെ എങ്ങനെ നല്ലൊരു ഇഴുകി ചേർന്ന് പോകുന്നതൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഫൈനലി ദ പോയം കൺവേസ് എ ഫിലോസഫിക്കൽ മെസ്സേജ്. എന്താണ് ആ ഒരു മെസ്സേജ്? എന്താണ്? വെൻ ലൈഫ് ഫീൽസ് ഫുൾ ഓഫ് സോറോ ഓർ weariness, one can find peace, strength and comfort by turning to nature, which remains eternally fresh, calm and uplifting. നമ്മൾ ആകെ തളർന്നിരിക്കുന്ന സമയത്ത്, എല്ലാം തളർന്നിങ്ങ് വീഴുമ്പോഴും നമുക്ക് എന്താണ് കൂടെ നമ്മുടെ കൂട്ടായിട്ട്, അല്ലെങ്കിൽ നമുക്കൊരു എന്താ പറയാ ഒരു റിഫ്രഷ്മെന്റ് തരുന്നത് നേച്ചർ ആണെന്നുള്ള രീതിക്കാണ് പറയുന്നത് കേട്ടോ. ഇനിയിപ്പോ നമുക്ക് അതിന്റെ ഒരു പോയം നിങ്ങൾക്ക് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു ലൈൻ ബൈ ലൈൻ ആയിട്ടുള്ള ഒരു സമ്മറി നോക്കാം. ഈ ഒരു പോയം നമുക്ക് 3 സ്റ്റാൻസസ് ആയിട്ടാണ് കാണാൻ പറ്റുക കേട്ടോ. സോ അതിനകത്ത് ഫസ്റ്റ് സ്റ്റാൻസ നോക്കാം. I stood upon the hills when heaven's wide arch was glorious with the sun's returning march. So നമ്മുടെ പോയം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കവി എവിടെയാണ് നിൽക്കുന്നത്? ഒരു മൗണ്ടന്റെ മേലെ, അല്ലെങ്കിൽ ഒരു ഹില്ലിന്റെ മേലെയാണ് കേട്ടോ. സൺറൈസിന്, അതായത് പുലർച്ചെ സമയത്ത് ഒരു ഹില്ലിന്റെ മേലെ നിൽക്കുകയാണ് ചെയ്യുന്നത്. The poet stands on a hill at sunrise. The sky, അല്ലേ, അപ്പൊ ആ ഒരു heaven's wide arch എന്ന് പറയുന്നത് എന്തിനെയാണ്? അവിടെ സ്കൈനെ, ആകാശത്തിനാണ് ഉദ്ദേശിക്കുന്നത്. Glows beautifully as the sun rises. അത് സൂര്യൻ ഉദിച്ചു വരുന്ന സമയത്ത് എന്താണ് ആ ഒരു സ്കൈ മുഴുവനും ഭയങ്കര ഗോൾഡൻ ഗ്ലോ പരക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. സോ ഐ സ്റ്റുഡ് അപ്പോൺ ദ ഹിൽസ് വെൻ ഹെവൻസ് വൈഡ് ആർച്ച്, ആ സ്കൈ വാസ് ഗ്ലോറിയസ്. സ്കൈ ഭയങ്കര ഗ്ലോറി, ഭയങ്കര അടിപൊളിയായിട്ട് കാണുകയാണ്. വിത്ത് ദ സൺസ് റിട്ടേണിംഗ് മാർച്ച്. സൺസ് റിട്ടേണിംഗ് മാർച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? രാത്രിക്ക് ശേഷം സണ്ണ് തിരിച്ചു വരികയാണല്ലോ. അപ്പൊ ആ സണ്ണ് തിരിച്ചു വരുന്ന എന്താണ്? ഒരു ഭയങ്കര ഒരു യുദ്ധത്തിൽ ജയിച്ചു വരുന്ന ഒരു വാരിയറിനെ പോലെ, ഒരു യോദ്ധാവിനെ പോലെയാണ് അവിടെ പറയുന്നത് കേട്ടോ. സോ സൺസ് റിട്ടേണിംഗ് മാർച്ച് എന്നുള്ളത് എന്താണ്? ഒരു യുദ്ധം ജയിച്ചു വരുന്ന ഒരു യോദ്ധാവിനെ ആയിട്ട് നിങ്ങൾ കാണുക കേട്ടോ. Then and woods were brightened and soft gales went forth to kiss the sun clad vales. And woods were brightened. അവിടെയുള്ള വുഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? കാടാണ് കേട്ടോ. കാട്ടിൽ മുഴുവനും വെളിച്ചം പരക്കാണ് പുലർച്ചെയാവുന്നത്, അല്ലെങ്കിൽ ആ ഒരു സൺ വരുന്ന സമയത്ത് ആ കാട്ടിന്റെ ഉള്ളിലേക്കൊക്കെ വെളിച്ചം പരക്കാണ്. ആൻഡ് സോഫ്റ്റ് ഗെയിൽസ് എന്ന് പറയുമ്പോൾ നല്ല ജെന്റിൽ ആയിട്ടുള്ള ബ്രീസ്, കാറ്റ് എന്ത് ചെയ്യാണ്? went forth to kiss the sun clad vales. അല്ലെ, അവിടെ എന്താ പറയാ ആ ഒരു കാറ്റ് എന്ത് ചെയ്യാണ്? സൺ ക്ലാഡ് വെയിൽസ്, അല്ലെങ്കിൽ ആ സൂര്യരശ്മികൾ ഏറ്റു കിടക്കുന്ന വാലി, ഈ വെയിൽ എന്ന് പറഞ്ഞാൽ വാലിയാണ് കേട്ടോ. താഴ്വരേനെ ഉമ്മ വെക്കാനായിട്ട് പോവാണ് ആര്? കാറ്റ് കേട്ടോ. സോ ഫോറസ്റ്റ് ബ്രൈറ്റൻസ് വിത്ത് സൺലൈറ്റ്, ജെന്റിൽ വിൻഡ്സ് ബ്ലോ അക്രോസ് വാലീസ് ഫിൽഡ് വിത്ത് സൺഷൈൻ. അതിനകത്തുള്ള ഒരു പേഴ്സോണിഫിക്കേഷൻ, ഇമ്പോർട്ടന്റ് ആയിട്ടൊരു പേഴ്സോണിഫിക്കേഷൻ. അവിടെ ആ വിൻഡ് എന്ത് ചെയ്യാണ്? വിൻഡ്സ് ആർ ഡിസ്ക്രൈബ്ഡ് ആസ് ഇഫ് ദേ കിസ് ദ വാലീസ്, അല്ലെ, വാലീസിനെ കിസ് ചെയ്യുന്ന ഒരു കാമുകനായിട്ട്
ആയിട്ടാണ് അവിടെ നമ്മുടെ വിൻഡിനെ പറയുന്നത്. സോ അതൊരു പേഴ്സോണിഫിക്കേഷൻ ആണ്. ആൻഡ് ഇവിടെ ഒരു മെറ്റഫറും നമുക്ക് കാണാം കേട്ടോ. സൺസ് റിട്ടേണിംഗ് മാർച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്, സണ്ണ് അല്ലെ, സൺറൈസ് ഒരു വിക്ടോറിയസ് മാർച്ച് ആയിട്ടാണ് അവിടെ എന്താ ഒരു മെറ്റഫർ നമുക്ക് അത് അവിടെ അങ്ങനെ കാണാൻ വേണ്ടി കഴിയും കേട്ടോ. നെക്സ്റ്റ്, the clouds were far beneath me. അല്ലെ, ഞാൻ നിൽക്കുന്നതിനും ഒരുപാട് താഴെയാണ് ക്ലൗഡ്സ് നിൽക്കുന്നത്. അപ്പൊ നമ്മൾ ഭയങ്കര ഒരു ഇപ്പൊ ഞാൻ പറയാം മീശപ്പുലിമല അല്ലെങ്കിൽ നമ്മുടെ ഈ കൊടൈക്കനാൽ ഇങ്ങനെയൊക്കെ സ്ഥലത്ത് നിങ്ങൾ കണ്ടിട്ടില്ലേ, അതായത് താഴെയായിരിക്കും മേഘങ്ങൾ ഉണ്ടാവുക, നമ്മൾ അതിന്റെ മേലെ നിൽക്കുന്ന പോലെ ഉണ്ടാവുക കേട്ടോ. bathed in sunlight. സോ ഈ ക്ലൗഡ്സ് ഒക്കെ എന്താണ്, എന്റെ താഴെ നിൽക്കുന്ന ക്ലൗഡ്സ് ഒക്കെ സൂര്യപ്രകാശത്തിൽ ഇങ്ങനെ കുളിച്ചു നിൽക്കുകയാണ്. they gathered midway round the wooded height. they gathered midway round the wooded height എന്ന് പറഞ്ഞാൽ ആ മല, ആ wooded height എന്ന് പറയുമ്പം മലേനെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ആ മലയുടെ ഒരു മിഡ്വേ, അതായത് പകുതിയോളമായിട്ട് അതിങ്ങനെ ഗാതേർഡ്, ചുറ്റും കൂട്ടം കൂടി നിൽക്കുകയാണ് എന്ത്, ഈ പറയുന്ന മേഘങ്ങൾ കേട്ടോ. സോ ദേ gather around the mountain slopes. Then and in their fading glory shone like horses in battle overthrown. and in their fading glory അല്ലേ, അപ്പൊ ആ ഒരു എന്താ പറയാ നമ്മുടെ മേഘങ്ങള് ഇങ്ങനെ പതുക്കെ മാഞ്ഞു പോകുന്നുണ്ട്. പക്ഷെ അതെന്താണ്, ഷോൺ എന്ന് പറഞ്ഞാൽ എന്താണ്, ഷൈനിന്റെ പാസ്റ്റ് ടെൻസ് ആണ് അല്ലെ. അപ്പം അതിങ്ങനെ തിളങ്ങുന്നുണ്ട്, എങ്ങനെ, ലൈക്ക് ഹോസ് ഇൻ ബാറ്റിൽ ഓവർ ത്രോൺ. ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇതൊരു സിമിലിയാണ്, ദമസ് താഴെ കൊടുത്തിട്ടുണ്ട്. സോ അതൊരു സിമിലിയാണ്. നിങ്ങൾ നോക്കിയേ, നമ്മൾ നേരത്തെ ഓൾറെഡി പറഞ്ഞില്ല, ആ ഒരു സൺ എന്താണ്, അവിടെ ജയിച്ചു വരുന്ന ഒരു വാരിയറിനെ പോലെയാണ്. ഇവിടെ ഈ മേഘങ്ങൾ എന്താണ്, സൺ ഇങ്ങനെ മേലെ ഭയങ്കര പവർഫുൾ ആയിട്ട് നിൽക്കുന്ന സമയത്ത് ഈ പറയുന്ന മേഘങ്ങളൊക്കെ യുദ്ധത്തിൽ തോറ്റ പടയാളികളെ പോലെ അല്ലെങ്കിൽ യുദ്ധത്തിൽ തോറ്റ വാരിയേഴ്സിനെ പോലെ തല കുനിച്ചു നിൽക്കുകയാണ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത് കേട്ടോ. ആ മേഘങ്ങൾ എന്ത് ചെയ്യാണ്, ഈ സൂര്യപ്രകാശത്തിൽ ഇങ്ങനെ മുങ്ങി നിൽക്കുകയാണ്. അതെന്നെ എങ്ങനെയാണ്, ഫുൾ ഇങ്ങനെ പരന്നു നിൽക്കുന്ന എന്താണ്, തോറ്റു നിൽക്കുന്ന ഭടന്മാരെ പോലെ. അതാണ് എന്താ, ലൈക്ക് ഹോസ് ഇൻ ബാറ്റിൽ ഓവർ ത്രോൺ. കണ്ടോ, ക്ലൗഡ്സ് കമ്പയർ ടു fallen warriors, അതായത് തോറ്റുപോയ പടയാളികളെ പോലെ എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, as many a pinnacle with shifting glance through the grey mist thrust up its shattered glance. അപ്പം ഈ ഒരു മഞ്ഞ് അല്ലെങ്കിൽ ആ ഒരു അവിടെ മിസ്റ്റ് ഇങ്ങനെ മൂടി കിടക്കുന്നുണ്ട്. ഈ മിസ്റ്റ് ഇങ്ങനെ മെല്ലെ മെല്ലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീങ്ങുന്ന സമയത്ത് മൗണ്ടൻ പീക്സ് റൈസ് ത്രൂ ദ മിസ്റ്റ്. ആ മലമുകളുകൾ അല്ലെങ്കിൽ ആ ഒരു മൗണ്ടൻ പീക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് അല്ലെ, മലയുടെ ഇങ്ങനെയുള്ള ഭാഗങ്ങളില്ലേ. സോ അത് മഞ്ഞിന്റെ ഇടയിലൂടെ ആ മഞ്ഞിന്റെ ഒരു മറ നീക്കി ഇങ്ങനെ പുറത്തേക്ക് വരുന്നുണ്ട്. ദേ ആർ കമ്പയർഡ് ടു ലാൻസസ്. അതിനെ എന്തായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്, ലാൻസസ് എന്ന് പറഞ്ഞാൽ എന്താണ്, കുന്തമാണ് കേട്ടോ. നമ്മളെ ലുട്ടാപ്പിയുടെ കുന്തമൊക്കെ കണ്ടിട്ടില്ലേ, അതിന് കണ്ടില്ലടാ, ഇങ്ങനത്തെ ഒരു ഷേപ്പ് അല്ലേ ഉണ്ടാവുക കുന്തത്തിന്. സോ അതിൻ്റെതാ ഈ ഒരു പോയിന്റ് പോലെയാണ് മലകൾ എന്ന് പറയുന്നത് കേട്ടോ. യെസ്, ത്രൂ ദ ഗ്രേ മിസ്റ്റ് thrust up its shattered glances. അല്ലെ, ആ ഒരു എന്താ പറയാ മിസ്റ്റിന്റെ ഇടയിൽ കൂടെ മലകൾ എന്താണ് കുന്തമന പോലെ ഇങ്ങനെ മുന്നോട്ട് നിൽക്കുകയാണ്. they are compared to lances after a battle. then next, and rocking on the cliff was left the dark pine blasted bare and cleft. ഇനി ആ ഒരു മലേന്റെ മേലെ, അതായത് ഇത്രയും നല്ല ബിൽഡപ്പ് ഒക്കെ തന്നിട്ട് അവിടെയുള്ള ഒരു ഡിസ്ട്രക്ഷൻ, അവിടെയുള്ള ഒരു അതായത് കുറച്ച് നശിച്ചു പോയൊരു സംഗതി കൂടെ കാണിക്കുക കേട്ടോ. എന്താണ്, റോക്കിംഗ് ഓൺ ദ ക്ലിഫ്. ആ ക്ലിഫില് അല്ലെങ്കിൽ ആ ഒരു താഴ്വരയിൽ ആ ഒരു അറ്റത്ത് എന്താണ്, ഒരു അങ്ങനെ മെല്ലെ മെല്ലെ ആടി ഉലഞ്ഞും കൊണ്ട് ആരും കൂടെ നിൽക്കുന്നുണ്ട്. ഒരു ഡാർക്ക് ഒരു പൈൻ മരം നിൽക്കുന്നുണ്ട്. ബ്ലാസ്റ്റഡ് ബെയർ ആൻഡ് ക്ലെഫ്റ്റ് അല്ലെ, അതെന്താണ്, അത് നശിച്ചു പോയിട്ടുണ്ട്, ഇടിമിന്നലേറ്റിട്ടോ എന്തോ ആയിട്ട് അത് നശിച്ചു പോയിട്ടുണ്ട് കേട്ടോ. ഓൺ ദ ക്ലിഫ് പൈൻ ട്രീ സ്റ്റാൻഡ്സ് റൂയിൻഡ് അല്ലെ, അതാകെ നശിച്ചിട്ടാണ് നിൽക്കുന്നത്. ദിസ് ആഡ്സ് എ കോൺട്രാസ്റ്റ് ഓഫ് ഡിസ്ട്രക്ഷൻ അമിഡ്സ്റ്റ് ബ്യൂട്ടി. സൗന്ദര്യത്തിന്റെ ഇടയിൽ ഡിസ്ട്രക്ഷൻ അല്ലെ, പ്രകൃതിയിൽ വെറും സൗന്ദര്യം മാത്രമാണോ, അല്ല, ഇങ്ങനെയുള്ള ഡിസ്ട്രക്ഷനും ഒരു പ്രകൃതിയിൽ ഉണ്ടെന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. സോ അവിടെ നമുക്ക് അലിട്രേഷൻ കാണാം. ബ്ലാസ്റ്റഡ് ബെയർ എന്നുള്ളത് ബ എന്നുള്ള റെപ്പിറ്റേഷൻ ആണ് അല്ലെ സൗണ്ട്സിന്റെ. സോ അതൊരു അലിട്രേഷന്റെ എക്സാമ്പിൾ ആണെന്ന് ഓർത്ത് വെക്കുക. ഇനി നമ്മൾ സ്റ്റാൻസ 2ലേക്ക് പോവാണ്. The veil of cloud was lifted and below glowed the rich valley and the river's flow. ഇപ്പൊ ഇത്രയും നേരം നമ്മൾ ആകാശത്ത് കാണുന്ന കാഴ്ചകളാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി ആകാശത്തിന് താഴേക്ക് പോവാണ്. The veil of cloud was lifted അല്ലെ, ആ മഞ്ഞിന്റെ ആ ഒരു വെയില്, ആ ഒരു മുഖപടം അല്ലെങ്കിൽ മൂടുപടം അല്ലെ, നമ്മൾ പർദ്ദ ഇട്ട പോലെ എന്നൊക്കെ പറയില്ല, തട്ട ഇട്ട പോലെ എന്ന് പറയില്ലേ, ആ ഒരു തട്ടം അത് അങ്ങോട്ട് മാറുകയാണ്. ആൻഡ് ബിലോ ഗ്ലോഡ് ദ റിച്ച് വാലി. ആ ഒരു അല്ലെ നമ്മുടെ ആ ഒരു ക്ലൗഡ്സ് അങ്ങോട്ട് മാറുന്ന സമയത്ത് താഴെ എന്താണ്, വാലി താഴ്വര അങ്ങനെ അവിടെ തിളങ്ങി നിൽക്കുകയാണ്. ആൻഡ് റിവേഴ്സ് ഫ്ലോ അല്ലെ, പുഴ ഇങ്ങനെ നല്ല രീതിയിൽ ഒഴുകുന്നത് നമുക്ക് കാണാം. ക്ലൗഡ്സ് ക്ലിയർ ആകുമ്പം വാലി ഷൈൻസ് റിച്ച്ലി അല്ല, ആ ഒരു ക്ലൗഡ് മാറുമ്പോ എന്താണ്, താഴ്വര നല്ല റിച്ച് ആയിട്ട് ഗ്ലോ ചെയ്യാണ്, അവിടെ പുഴയൊക്കെ ഒഴുകുന്നത് കാണാം കേട്ടോ. സോ അവിടെ മെറ്റഫർ വെയിൽ ഓഫ് ക്ലൗഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആ ഒരു കേർട്ടൻ അല്ലെ, നമ്മളൊരു പർദ്ദ മാറ്റുന്ന പോലെ അല്ലെങ്കിൽ ഒരു തുണി മാറ്റുന്ന പോലെ എന്നുള്ളതാണ് ആ വെയിൽ ഓഫ് ക്ലൗഡ് എന്നുള്ള ഒരു മെറ്റഫർ ആയിട്ട് നമുക്ക് പറയാം.
നെക്സ്റ്റ് വാസ് ഡാർക്കൻഡ്. യെസ്, അപ്പൊ ഇതിന്റെ കണ്ടിന്യൂഷൻ ആണ്. ആൻഡ് ദ റിവേഴ്സ് ഫ്ലോ വാസ് ഡാർക്കൻഡ് ബൈ ദ ഫോറസ്റ്റ് ഷെയ്ഡ്. ആൻഡ് ദ റിവേഴ്സ് ഫ്ലോ, ആ പുഴ ഇങ്ങനെ ഒഴുകുന്നത് കാണാം, പക്ഷെ അത് കുറച്ച് ഡാർക്ക് ആയിട്ടാണ് കാണുന്നത് അല്ലേ, കുറച്ച് ഡാർക്ക് ആയിട്ടാണ്. എന്തുകൊണ്ടാണ് ഡാർക്ക് ആവാൻ കാരണം? ബൈ ദ ഫോറസ്റ്റ് ഷെയ്ഡ്, അതായത് ആ ഒരു കാടിന്റെ നിഴലടിക്കുന്നത് കാരണം ആ പുഴ ഒഴുകുന്നത് എന്താണ്, നമ്മളില്ലേ നിഴലടിക്കുന്ന സ്ഥലത്ത് എന്താ കുറച്ചൊരു ഡാർക്ക് ആയിരിക്കില്ലേ, വെളിച്ചടിക്കുന്ന സമയത്ത് കുറച്ച് ഒരു ലൈറ്റ് കളറും ആ നിഴലടിക്കുമ്പോൾ അവിടെ കുറച്ച് ഡാർക്ക് ആയിട്ടും. സോ ആ ഒരു കാടിന്റെ നിഴൽ വീഴുന്ന കാരണം ആ ഒരു പുഴ എന്താണ്, കുറച്ച് ഡാർക്ക് ആയിട്ടാണ് ഒഴുകുന്നത് കേട്ടോ. ഓർ ഗ്ലിസൻഡ് ഇൻ ദ വൈറ്റ് കാസ്കേഡ്. ഈ കാസ്കേഡ് എന്ന് പറഞ്ഞാൽ വൈറ്റ് കാസ്കേഡ് എന്ന് പറയുമ്പോൾ വെള്ളച്ചാട്ടം, അല്ലെങ്കിൽ ഈ വെള്ളം ഒഴുകി എത്തുന്ന സ്ഥലം എവിടെയാണോ അവിടെ നല്ല വൈറ്റ് കളറായിട്ടും കാണാം. റിവർ ലുക്സ് ഡാർക്ക് അണ്ടർ ദ ഫോറസ്റ്റ് ഷെയ്ഡ്, ഇറ്റ് സ്പാർക്കിൾസ് വെയർ വാട്ടർ ഫാൾസ് ഫോൾ. അപ്പം ആ ഒരു എന്താ പറയുക, നിങ്ങൾ ഡാർക്ക് ആൻഡ് ലൈറ്റ് ഷെയ്ഡ് ഓഫ് നേച്ചർ അല്ലേ, പ്രകൃതിയിൽ ഡാർക്ക് ആൻഡ് ലൈറ്റ് ഷെയ്ഡ്, ഡാർക്ക്നെസ് എവിടെ വരുന്നത്, ആ ഒരു ഷാഡോ വരുന്ന ഭാഗത്തും, ആ ഒരു പുഴ അല്ലെങ്കിൽ അത് വെള്ളം ഇങ്ങനെ ഒഴുകി ഒഴുകി വെള്ളച്ചാട്ടാവുന്ന സ്ഥലത്ത് അവിടെ വൈറ്റ് കളറിൽ നമുക്ക് കാണാം എന്നാണ് പറയുന്നത് കേട്ടോ. ദെൻ അവിടെ കണ്ടോ ഇമേജറി ആണ്, കോൺട്രാസ്റ്റ് ഓഫ് ഷെയ്ഡ് ആൻഡ് ബ്രൈറ്റ്നെസ് അല്ല, ആ ഒരു ഷെയ്ഡ് ആ ഒരു എന്താ പറയാ കുറച്ച് ഡാർക്ക്നെസ് ആൻഡ് ബ്രൈറ്റ്നെസ് നമ്മളൊരു കോൺട്രാസ്റ്റ് നമുക്ക് അവിടെ കാണാൻ വേണ്ടി കഴിയും. നെക്സ്റ്റ്, വെർ അപ്വേർഡ് ഇൻ ദ മെല്ലോ ബ്ലഷ് ഓഫ് ഡേ ദ നോയ്സി ബിറ്റേൺ വീൽഡ് ഹിസ് സ്പൈറൽ വേ. ഇനി ഒരു കുഞ്ഞു കുരുവി പറക്കുന്നതിനെയാണ് പറയുന്നത് കേട്ടോ, താഴെയുള്ള കാര്യങ്ങളാണല്ലോ നമ്മൾ പറയുന്നത്. വെർ അപ്വേർഡ് ഇൻ ദ മെല്ലോ ബ്ലഷ് ഓഫ് ഡേ, ആ മെല്ലോ ബ്ലഷ് ഓഫ് ഡേ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്, ആ ഒരു രാവിലെ സമയം, ആ ഒരു തുടിപ്പുള്ള നല്ല ഒരു ബ്ലഷ് ഇട്ട പോലത്തെ നല്ലൊരു സുഖമുള്ള ആ ഒരു സമയമുണ്ടല്ലോ രാവിലെ. സോ ആ സമയത്ത് വെർ അപ്വേർഡ് മുകളിലേക്ക് പറക്കുകയാണ് ആര്, ദ നോയ്സി ബിറ്റേൺ. നോയ്സി ബിറ്റേൺ എന്ന് പറഞ്ഞാൽ ചെറിയൊരു കുരുവിയാണ്, ഇങ്ങനെ ഒച്ച ഉണ്ടാക്കി പറക്കുന്ന ഒരു കുരുവിയാണ്. വീൽഡ് ഹിസ് സ്പൈറൽ വേ. അപ്പം നോക്കിയേ, ബിറ്റേൺ അല്ലെ ഒരു വാട്ടർ ബേർഡ് ആണ് കേട്ടോ, ഒരു ബേർഡ് ആണ്. ഫ്ലൈസ് അപ്വേർഡ് ഇൻ സർക്കിൾസ് ഇൻ ദ സോഫ്റ്റ് മോർണിംഗ് ലൈറ്റ്. ആ ഒരു സോഫ്റ്റ് മോർണിംഗ് ലൈറ്റിൽ എന്ത് ചെയ്യാണ്, ആ ഒരു പക്ഷി ഇങ്ങനെ മേലേക്ക് പറക്കുന്നത് നമുക്ക് കാണാം. സോ അവിടെ വിഷ്വൽ ആൻഡ് സൗണ്ട് ഇമേജറി ആണ്, കാരണം ആ നോയ്സി ബിറ്റേൺ എന്നുള്ളത് അവിടെ ഓഡിറ്ററി ഇമേജ് ആണ് കേട്ടോ. നോയ്സി എന്ന് പറയുമ്പോൾ എന്തൊക്കെയോ ഒച്ച ഉണ്ടാക്കുന്നത് നമുക്ക് ആലോചിക്കാമല്ലോ. ആൻഡ് ഒരു വിഷ്വൽ ഇമേജറി ആണ്, ആ ഒരു അല്ലെ കിളി പറക്കുന്നത് നമുക്ക് ഇമാജിൻ ചെയ്തൂടെ. യെസ്, അത് കേട്ടോ. Then next, I heard the distant waters dash, I saw the current whirl and flash. ഞാൻ കേട്ടു അല്ലെ, നമ്മൾ പറയുന്നില്ലേ, ഓഹോ കണ്ടു മലനിര, ഏഹേ കണ്ടു താഴ്വര, മാമനം കണ്ടേ ചോല കണ്ടേ ഇലകൾ കണ്ടേ കായ്കളും. അതേപോലെ തന്നെയാണ് സംഗതി കേട്ടോ. ഐ ഹിയർ ദ ഡിസ്റ്റന്റ് വാട്ടേഴ്സ് ഡാഷ്, അവിടെ എപ്പോഴത്തോ ദൂരത്തുനിന്ന് വെള്ളം ഇങ്ങനെ ഡാഷ് ചെയ്ത് ഇങ്ങനെ വെള്ളം ഒഴുകുന്ന ആ ഒരു എന്താ പറയാ ചാടി ഒഴുകുന്ന സൗണ്ട് കേൾക്കാം. ഐ സോ ദ കറന്റ് വേൾ ആൻഡ് ഫ്ലാഷ്. ഈ കറന്റ് എന്ന് പറഞ്ഞാൽ വെള്ളത്തിന്റെ ഒഴുക്കിനെയാ പറഞ്ഞത് കേട്ടോ. ഐ സോ ദ കറന്റ് വേൾ ആൻഡ് ഫ്ലാഷ്. ആ ഒരു വെള്ളത്തിന്റെ ഒഴുക്ക് എങ്ങനെയാണ്, ഇങ്ങനെ ചുറ്റി പറഞ്ഞില്ലേ, ഭയങ്കര ചുഴിയൊക്കെ ആയിട്ട് ഒഴുകുന്ന ആ ഒരു പുഴ, അതും കാണാം. സോ ഹി ഹിയേഴ്സ് ദ റഷിംഗ് വാട്ടർ, ഹി സീസ് ദ റിവർ ഫ്ലാഷിംഗ് ആൻഡ് swirling. വളഞ്ഞു പൊളഞ്ഞ് ഇങ്ങനെ ഒഴുകുന്ന ചുഴികളായിട്ട് ഒഴുകുന്ന ആ പുഴേനെയും കാണുന്നുണ്ട്, ഇവിടുന്നോ വെള്ളം വീഴുന്ന ശബ്ദം കേൾക്കുന്നുണ്ട് കേട്ടോ. സോ അത് ഓണോമറ്റോപോയിയാണ്. ഓണോമറ്റോപോയ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളിപ്പം ബാഷ്, ബൂം, ഡിങ്, ഡോങ് എന്നൊക്കെയുള്ള സൗണ്ട്സ് ഇല്ല, അത് ശരിക്കുള്ള സൗണ്ടിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടുള്ള വേർഡ്സ് ആണ്. അപ്പോൾ ഇവിടെ കണ്ടോ എന്താ ഡിസ്റ്റന്റ് വാട്ടേഴ്സ് ഡാഷ്. ആ ഡാഷ് എന്നുള്ളത് എന്താണ്, വെള്ളത്തിന്റെ ആ ഒരു ഒഴുക്ക്, ആ ഒരു ഫോഴ്സ്ലി വീഴുന്ന അതിനെ കാണിക്കാൻ, അതൊരു ഓണോമറ്റോപോയാണെന്ന് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. Then next, and richly by the blue lake silver beach the woods were bending with a silent reach. And richly by the blue lake silver beach അല്ലെ, ആ ബ്ലൂ ലേക്ക് സിൽവർ ബീച്ച് എന്ന് പറയുന്നതാണ് ആ തടാകത്തിന്റെ ആ ഒരു എന്താ പറയാ ഷോർ എന്നുള്ളതാണ് കേട്ടോ, തടാകത്തിന്റെ തീരം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ആൻഡ് വുഡ്സ് വെർ ബെൻഡിങ് വിത്ത് എ സൈലന്റ് റീച്ച്. നിങ്ങൾ കണ്ടിട്ടില്ലടാ പുഴയുടെ സൈഡിലൊക്കെ മരങ്ങൾ ഇങ്ങനെ അല്ലേ ഒരു ബെൻഡിങ്ങിലായിട്ട് ഇങ്ങനെ ഇങ്ങനെ നിൽക്കുന്നത് കണ്ടിട്ടില്ല, എന്തിനാണ്, സൂര്യപ്രകാശം കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. സോ വുഡ്സ് ബെൻഡ് ഗ്രേസ്ഫുള്ളി നിയർ ദ സിൽവർ ഷോർ ഓഫ് ദ ലേക്ക്. അതാണ് കേട്ടോ ആ ലേക്കിന്റെ ആ ഒരു അല്ലേ എന്താ പറയാ തടാകത്തിന്റെ രണ്ട് സൈഡിലായിട്ടും മരങ്ങൾ ഇങ്ങനെ 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 ബെൻഡായിട്ട് നിൽക്കുന്നത്, ഗ്രേസ്ഫുള്ളി ബെൻഡായിട്ട് നിൽക്കുന്നത് കാണാൻ വേണ്ടി കഴിയുന്നുണ്ട് എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അവിടെ നമുക്ക് എന്താണ് ട്രീസ് ബെൻഡ് ചെയ്യുന്നു എന്നുള്ളത് ഒരു പേഴ്സോണിഫിക്കേഷൻ ആയിട്ട് പറയാം അല്ലെ, അതായത് മരങ്ങൾ ഇങ്ങനെ കുമ്പിട്ട് നിൽക്കുന്നു അല്ലെ, ഭയങ്കര എന്താ പറയാ ഒരു രാജാവ് വരുന്ന സമയത്ത് ഇങ്ങനെ കുമ്പിട്ട് നിൽക്കുന്ന പോലെ നിൽക്കുന്നു എന്നുള്ളത് നമുക്ക് അങ്ങനെ വേണമെങ്കിൽ കാണാം. ഇനി നെക്സ്റ്റ് എന്താണ്, then over the valley with gentle swell the music of the village bell. ഇനി എന്താണ്, പ്രകൃതിയിലുള്ള ശബ്ദങ്ങളൊക്കെ കഴിഞ്ഞു, ഇനി മനുഷ്യരുടെ കുറച്ച് ശബ്ദങ്ങൾ, അതായത് ആകാശം കഴിഞ്ഞു, ഭൂമിക്ക് താഴെയുള്ള പ്രകൃതിയിൽ വന്നു, ഇനി മനുഷ്യന്മാരെ കുറിച്ച് പറയാം കേട്ടോ. സോ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഹ്യൂമൻ ബീങ്സ് ആൻഡ് നേച്ചറിലേക്കാണ് നമ്മൾ എത്തുന്നത് കേട്ടോ. Then over the vale അല്ലെ, ഇനി വാലിയുടെ അപ്പുറത്തുനിന്ന് ഓവർ ദ വാലി എന്താണ്, വിത്ത് ജെന്റൽ സ്വെൽ ദ മ്യൂസിക് ഓഫ് വില്ലേജ് ബെൽ അല്ലെ, ഗ്രാമത്തിലെ പള്ളിമണി മുഴങ്ങുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. ഫ്രം ദ വാലി ദ സൗണ്ട് ഓഫ് ദ ചർച്ച് ബെൽ റൈസസ് ജെന്റ്ലി. ഓക്കെ, ആ വാലിയിൽ നിന്ന് എന്താണ് ചർച്ച് ബെല്ലിന്റെ ശബ്ദം കേൾക്കാൻ കഴിയുന്നുണ്ട്.
came sweetly to the echo giving hills അല്ലെ. അപ്പം the music of the village bell came sweetly to the echo giving hills. ആ ഒരു പള്ളിമണിയുടെ ശബ്ദം എങ്ങോട്ട് ഒഴുകിയെത്താണ്? എക്കോ ഗിവിംഗ് ഹിൽസ്, അതായത് ഒച്ച എക്കോ ഉണ്ടാക്കുന്ന ഈ ഒരു ആ ഒരു കുന്നിന്റെ ചെരുവിലേക്ക് അല്ലെ ആ ഒരു ശബ്ദം ഇങ്ങനെ എത്തുകയാണ്. ആൻഡ് ദ വൈൽഡ് ഹോൺ ഹൂസ് വോയിസ് ദ വുഡ്ലാൻഡ് ഫിൽസ്. ആൻഡ് വൈൽഡ് ഹോൺ, ഈ വൈൽഡ് ഹോൺ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? നമുക്ക് അവിടെ ഒരു ഉത്സവം എന്നുള്ളതിനേക്കാളും ഒരു ഹണ്ടിങ് സീൻ വേണമെങ്കിൽ കാണാം കേട്ടോ. ഒരു ഹണ്ടിങ് സീൻ, അതായത് ഹ്യൂമൻ ബീങ്സിന്റെ ഇന്ററാക്ഷൻ ആണ് കാണിക്കുന്നത് കേട്ടോ. അവിടെ എന്തിനോ ഒന്നിനെ എന്താ പറയാ ഹണ്ടിങ് ചെയ്യാൻ വേണ്ടി പോകുന്ന വൈൽഡ് ഹോൺ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പൂ 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 എന്ന് പറഞ്ഞാൽ വലിയ ഒച്ച ഉണ്ടാക്കുന്ന ആ ഒരു കുഴലില്ലേ, അതിനെയാണ് ഹോൺ എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഹിൽസ് എക്കോ വിത്ത് ബെൽ സൗണ്ട്സ്, ദ ഹോൺ ഓഫ് ഹണ്ടേഴ്സ് ഫിൽ ദ വുഡ്സ് വിത്ത് സൗണ്ട്. അപ്പൊ ഹണ്ടേഴ്സിന്റെ കുഴലിന്റെ ഒച്ച കേൾക്കുന്നുണ്ട്. Then അപ്പൊ ഇതിന്റെ കണ്ടിന്യൂഷൻ ആണ്. And the wild horns whose voice the woodland fills was ringing to the merry shout that faint and far the glen sent out. അപ്പം അങ്ങനെ അവിടുന്ന് എന്താണ് ആ ഒരു കുഴൽവിളിന്റെ ശബ്ദങ്ങൾ കേൾക്കാം. ആൻഡ് റിംഗിങ് ടു ദ മെറി ഷൗട്ട്. മെറി ഷൗട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ആൾക്കാർ ആർപ്പ് വിളികൾ ഉണ്ടാക്കുകയാണ് കേട്ടോ. ആർപ്പ് വിളികൾ ഉണ്ടാക്കുകയാണ്. മേ ബി എന്താണ് അവർക്ക് അവിടെ ഒരു ഹണ്ടിങ് കഴിഞ്ഞു കാണാം അല്ലേ. that faint and far the glen shout. So hunters merry shout are faint but heard across the valley. ആ വാലിയിൽ ചുഴനും വളരെ ഫെയിന്റ് ആണ്, വളരെ ചെറിയ രീതിക്കാണ് ശബ്ദം കേൾക്കുന്നത്. പക്ഷെ ആ വാലിയിൽ മുഴുവൻ ആ ശബ്ദം കേൾക്കാം. Were answering to the sudden shot thin smoke through thick-leaved branches from the dingle broke. So അവിടെ എന്താണ് ആ ഒരു ഹണ്ടിങ് കഴിഞ്ഞ് ആരോ ഒന്ന് ഷോട്ട് ചെയ്തിട്ടുണ്ട്, എന്തോ ഒരു മൃഗത്തിന് അവർ വെടി വെച്ചിട്ടുണ്ട്. അപ്പൊ അതിന് ആ ഒരു ഷോട്ടും ആ ഒരു പുക റൈസ് ചെയ്യുന്നൊക്കെയാ പറഞ്ഞു കേട്ടോ. ഹണ്ടേഴ്സ് ഫയർ എ ഗൺ, സ്മോക്ക് റൈസസ് ഫ്രം ദ ബുഷസ് ഇൻ ദ വാലി. അപ്പൊ നോക്കിയിടാ, വെദർ ആൻസറിങ് ടു ദ സഡൻ ഷോട്ട്, അല്ല ആ ഒരു സഡൻ ഷോട്ടിനുള്ള ഒരു ആൻസറിങ് എന്നുള്ള പോലെ ടഷ് എന്നൊരു സൗണ്ട് കേട്ടിരിക്കാം. ആ ഒരു ഷോട്ടിനുള്ള ആൻസറിങ് പോലെ എന്ത് ചെയ്യാണ്? തിൻ സ്മോക്ക്, നേരിയ പുക വരികയാണ്. ത്രൂ ദ തിക്ക് ലീവ്ഡ് ബ്രാഞ്ചസ് അല്ലെ. അപ്പൊ ആ ഒരു അത്രയും ബ്രാഞ്ചസ്, തിക്ക് ലീവ്ഡ് ആയിട്ടുള്ള ബ്രാഞ്ചസിന്റെ ഇടയിൽ കൂടെ ഒരു പുക ഇങ്ങനെ വരുന്നത് കാണാം. ഫ്രം ദ ഡിങ്കിൾ ബ്രോക്ക്. അപ്പൊ ആ കാടിന്റെ ഇടയിൽ നിന്ന് അങ്ങനത്തെ ഒരു ശബ്ദം കൂടെ കേൾക്കാൻ കേട്ടോ. അവിടെ ആ ഇമേജറിയാണ് മക്കളെ. എന്താണ് ആ ഒരു ഷോട്ട് അല്ലെ, ആ ഒരു വെടിയൊച്ച, ആ ഒരു ഷോട്ട് നമുക്കൊരു ഓഡിറ്ററി ഇമേജ് ആയിട്ട് കാണാം. അതുപോലെ തന്നെ വിഷ്വൽ ഇമേജ് ആണ് എന്ത്? ആ തിൻ സ്മോക്ക് ഇങ്ങനെ ഉയരുന്ന ഒരു വിഷ്വൽ ഇമേജ് ആയിട്ട് പറയാം. അപ്പൊ അത്രയും കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ തേർഡ് സ്റ്റാൻസ ഹാസ് എ മോർ ഫിലോസഫിക്കൽ ടോൺ. കുറച്ചും കൂടി ഫിലോസഫിക്കൽ ടോൺ ആണ് എന്തിനാ ഈ തേർഡ് സ്റ്റാൻസസ്ക്ക് ഉള്ളത്. എന്താ പറയുന്നത്? ഇഫ് ദൗ ആർട്ട് worn and hard beset with sorrows that thou wouldst forget. അപ്പൊ ഇത് ആർക്കൈക് ലാംഗ്വേജ് ആണ് കേട്ടോ, കുറച്ച് പഴയ ലാംഗ്വേജ് ആണ്. ദൗ ആർട്ട് അല്ലെ, നിങ്ങൾ. ആർ, ദൗ എന്ന് പറഞ്ഞാൽ യു ആണ് കേട്ടോ. ദൗ എന്ന് പറഞ്ഞാൽ യു ആണ്, ആർട്ട് എന്ന് പറഞ്ഞാൽ ആർ ആണ് കേട്ടോ. So if you are worn and hard beset, നിങ്ങൾ ആകെ തകർന്നിരിക്കുകയാണ്, മനസ്സ് വിഷമിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ, വിത്ത് സോറോസ് അല്ലെ, വിഷമങ്ങൾ കാരണം നിങ്ങൾ ആകെ സങ്കടപ്പെട്ടിരിക്കുകയാണെങ്കിൽ, that thou wouldst forget, നിനക്ക് മറക്കാൻ ആഗ്രഹം ഉണ്ടെന്നാണെങ്കിൽ എന്ത് ചെയ്യണം അല്ലെ. അപ്പൊ പോയിട്ട് addresses the reader directly, റീഡറിനോട് പറയാണ്, നിനക്ക് ഭയങ്കരമായിട്ടുള്ള വിഷമങ്ങള് സങ്കടങ്ങളൊക്കെ ആയിട്ട് ആകെ നിങ്ങൾ വിഷമിച്ചിരിക്കുകയാണെങ്കിൽ, that thou wouldst forget അല്ലെ, നീ മറന്നു പോകും. If thou wouldst read a lesson that will keep thy heart from fainting and thy soul from sleep. If you want inspiration to stay strong in spirit. ഇനി നിനക്ക് എന്ത് ചെയ്യണം? നിനക്കൊരു ഇൻസ്പിറേഷൻ വേണമെന്നുണ്ടെങ്കിൽ, അതായത് ഇങ്ങനെ തകർന്നു പോവാതെ ഒന്ന് പിടിച്ചു നിൽക്കാനുള്ള ഇൻസ്പിറേഷൻ നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ അല്ലേ, ഇഫ് thou wouldst read a lesson, അതായത് ഒരു ലെസൺ നിനക്ക് പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ, പ്രകൃതിയിൽ നിന്നാണ് കേട്ടോ. and that will keep thy heart from fainting and thy soul from sleep. എടാ ഇവിടെ എന്താണ് ഈ ഉദ്ദേശിക്കുന്നത്? thy heart from fainting, മനസ്സ് തളർന്നു പോകുന്നതിനാണ് ആ ഒരു ഹാർട്ട് ഫെയിന്റ് ചെയ്യാന്ന് പറയുന്നത്. ആൻഡ് ദൈ സോൾ ഫ്രം സ്ലീപ്പ് അല്ലെ, നിന്റെ ആത്മാവ് ഉറങ്ങിപ്പോകാതെ, നിന്റെ മനസ്സ് തകർന്നു പോകാതെ, നിന്റെ മനസ്സ് തളർന്നു പോവാതിരിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടെന്നാണെങ്കിൽ, ഗോ ടു ദ വുഡ്സ് ആൻഡ് ഹിൽസ്. നീ എങ്ങോട്ട് പോകണം? ഗോ ടു ദ വുഡ്സ് ആൻഡ് ഹിൽസ്, കാട്ടിലേക്കും അല്ലെ കുന്നൻ ചെരുവുകളിലേക്കും നീ പോകൂ. നോ ടിയേഴ്സ് അല്ലെ, അവിടെ കണ്ണീരൊന്നും വേണ്ട. dim the sweet look that nature wears അല്ലെ, no tears. അപ്പം അവിടെ അതിനു വേണ്ടിയാണ് പറഞ്ഞിട്ടോ, ഞാൻ അതിന്റെ കൂടെ പറഞ്ഞോളൂ. സോ ഇവിടെ എന്താണ്? no tears dim the sweet look that nature wears. so no tears അല്ലെ, എത്ര കണ്ണീര് വന്നു കഴിഞ്ഞാൽ എന്താവില്ല? dim the sweet look that nature wears. അതായത് പ്രകൃതിയുടെ ആ ഒരു ഭയങ്കര സ്വീറ്റ് ലുക്ക് ഉണ്ടല്ലോ, അത് എത്ര കണ്ണുനീര് കണ്ണിലുണ്ടെന്നാണെങ്കിലും പ്രകൃതിയുടെ ആ ഒരു ഭംഗി നിങ്ങൾക്ക് കാണാതെ പോകാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ആ അഡ്വൈസ് എന്താണ്? ഗോ ടു നേച്ചർ, കാട്ടിലേക്ക് പോകൂ. നിനക്ക് മനസ്സാകെ നീ വിഷമിച്ചിരിക്കുകയാണോ? ഇനിയിപ്പോൾ അതല്ല, നിന്റെ മനസ്സൊക്കെ ആകെ തളർന്നു വീഴുന്നു, അല്ലെങ്കിൽ എന്താ പറയാ, നിന്റെ ആത്മാവ് ഉറങ്ങിപ്പോകാൻ പോകുന്നു എന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ, ഗോ ടു ദ വുഡ്സ് ആൻഡ് ഹിൽസ്, കാട്ടിലേക്ക് പോകുന്നീ, മലയിലേക്ക് പോകുന്നീ. നോ ടിയേഴ്സ് അല്ലെ,
എത്ര കണ്ണുനീര് നിന്റെ കണ്ണിൽ എത്ര വെള്ളം നിറഞ്ഞു കഴിഞ്ഞാലും dim the sweet look that nature wears. അതായത് പ്രകൃതിയുടെ ആ ഒരു ഭംഗി നിനക്ക് എത്ര കണ്ണുനീര് നിന്റെ അവിടെ ഉണ്ടെന്നാണെങ്കിലും അത് കുറയുന്നില്ല എന്നുള്ളതാണ്. അതായത് നമുക്കുള്ള എല്ലാ വിഷമങ്ങളുടെയും പരിഹാരം എവിടെയുണ്ട്? പ്രകൃതിയിൽ ഉണ്ടെന്നാണ് പറയുന്നത്. The advice, go to nature, then nature always looks fresh and beautiful, untouched by sorrow. ഒരു വിഷമവും തീണ്ടാതെ വളരെ ഫ്രഷ് ആയിട്ട് ആരവിടെ ഉണ്ടാവും? പ്രകൃതി അവിടെ ഉണ്ടാവും, നിന്നെ ആശ്വസിപ്പിക്കാൻ, നിന്നെ സമാധാനിപ്പിക്കാൻ എന്നാണ് പറയുന്നത് കേട്ടോ. സോ അവിടുത്തെയും പേഴ്സോണിഫിക്കേഷൻ ആ ഒരു സ്വീറ്റ് ലുക്ക് ദാറ്റ് നേച്ചർ വേഴ്സ് അല്ലെ, ഒരു എന്താ പറയുക, പ്രകൃതി ഒരു സ്വീറ്റ് ലുക്ക് ഇട്ട് നിൽക്കുന്നു എന്നുള്ള ഒരു പേഴ്സൺ ആയിട്ട് നമുക്ക് അവിടെ കമ്പയർ ചെയ്യാൻ വേണ്ടി കഴിയുമല്ലോ. സോ അത്രയേ ഉള്ളൂ നമ്മുടെ സൺറൈസ് ഓൺ ദ ഹിൽസ് എന്ന് പറഞ്ഞ പോയം. ആ പോയിമിൻ്റെ അകത്തുള്ള വേർഡ്സ് ഒക്കെ കുറച്ച് ഭയങ്കര കൺഫ്യൂസിങ് ആണ്. ഇപ്പോൾ കുറേ കുട്ടികൾക്ക് ഭയങ്കര പറയാറുണ്ട്, അയ്യോ മിസ് ചെയ്ത് എങ്ങനെയാണ് അത് പഠിക്കുന്ന, വേർഡ്സ് വായിച്ചിട്ട് മനസ്സിലാവുന്നില്ല എന്നൊക്കെ. സത്യം പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിൾ ആണ് കേട്ടോ. അപ്പം എനിക്ക് തോന്നുന്നില്ല ഇനി ഇതിനേക്കാളും സിമ്പിൾ ആയിട്ട് ആർക്കും പറഞ്ഞു തരാൻ പറ്റുന്നുള്ളത്. അപ്പോൾ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ, നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്നാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അപ്പം ഇനി ഇതേപോലെ തന്നെ നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം. അതേപോലെ തന്നെ മക്കളെ, നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നമ്മുടെ ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാലോ, ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വേർഷനും ബാക്കി കാര്യങ്ങളൊക്കെ നമ്മുടെ ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിൽ അവൈലബിൾ ആണ്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിലൊന്ന് എല്ലാവരും ഒന്ന് ജോയിൻ ചെയ്യുക കേട്ടോ. അപ്പം നിങ്ങൾക്ക് എന്താ മാക്സിമം എല്ലാ സബ്ജക്ട്സും ഏറ്റവും ലൈറ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ് നമ്മുടെ ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിൽ. അപ്പോൾ ഇനി ഇതേപോലെ തന്നെ വേറൊരു വീഡിയോയിൽ നമുക്ക് കാണാം. ടിൽ ദെൻ ഇറ്റ്സ് മീ വർണിത സൈനിങ് ഓഫ്. ബൈ.